ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ചെയ്യാനായിട്ട് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇത് നമുക്ക് പീൽ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ എന്താണെങ്കിലും ഡെയിലി കണ്ടൻസ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ചായ സീരീസ് തുടങ്ങാമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇന്നത്തെ ഉണ്ടാക്കി, ഈ പ്രാവശ്യം നമ്മൾ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാകും. ഇതുപോലെ ഓരോ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണതിലേക്ക് പോകും. ആദ്യം ഇത് തൊലി കളഞ്ഞെടുക്കണം. അടുത്തേക്ക് വരും. അപ്പോൾ എങ്ങനെയല്ലേ അത് കിട്ടി, സാധനം കിട്ടി. ഞാൻ ഒറ്റക്ക് ചെത്തി തീരാത്തതുകൊണ്ട് അമ്മയും കൂടി സഹായിച്ചു കഴിച്ചു. നോക്കൂ, ഞാൻ ഒരെണ്ണം ചെത്തി എത്തി. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ പീലറിന് മൂർച്ചില്ല, അതുകൊണ്ടാണ്. കത്തി വെച്ചാണെങ്കിൽ എനിക്ക് ചെത്താൻ അറിയില്ല. അപ്പം അമ്മയും കൂടി സഹായിച്ചു. അപ്പോൾ ഇത് ഇനിയൊരു എത്ര കൂടി ഉണ്ട്, ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അതും കൂടി തീർത്തിട്ട് നമുക്ക് ഇത് നൈസായിട്ട് അരിയണം, എന്നിട്ട് വറക്കണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 4 എണ്ണം സെറ്റായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അമ്മ അപ്പോൾ ജസ്റ്റ് ഒരു കോൾ ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയേക്കാണ്. ഇനി അമ്മ വന്നിട്ട് നമുക്കിത് നൈസായിട്ട് സ്ലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആയിട്ട് സാധനം എടുക്കാനാണ് പ്ലാൻ ചെയ്യണത്. കിട്ടുമോയെന്ന് അറിയില്ല. പിന്നെ ഇത് എന്തോരം നൈസ് ആവുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടും എന്നാണ് ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ട്, അമ്മേനെ ക്യാമറയുടെ പുറകിൽ. അപ്പോൾ നമുക്കിനി ഇതരിയാം. ക്ലോസപ്പ് വരും, ക്ലോസപ്പ് വരും. ഇതുപോലെ ഒരു സംഭവം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നൈസായിട്ട് അരിഞ്ഞ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നോക്കണം. നല്ല മുറിച്ചുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ അടുത്തോടി പോകുമ്പോൾ തന്നെ സംഭവമാണ്. ഇതിന് ഭയങ്കര കട്ടി കത്തിയും കൊണ്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, കൈ ഒന്നും മുറിക്കാൻ നോക്കണ്ട. മുറിയാനല്ല, സിമ്പിൾ പരിപാടിയാണ്. വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രം മതി ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്. കൈ കാലൊക്കെ നോക്കണം. ഇതരിയേ കടാ, ഇതുപോലെ നൈസായിട്ട് ആണ്. ഇതുപോലെ ഇത്ര നൈസായിട്ട് എണ്ണയിലിട്ട് ഇടുമ്പോ തന്നെ വേഗം മൊരിഞ്ഞു വരും. മൊരിയണല്ല, ആ വീഡിയോയിൽ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നൈസായിട്ട് അരിയണോ അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞ മൊരിയണം പറഞ്ഞ പിന്നെ എന്താ, പപ്പടം പോലെ ആയി കിട്ടും. അത് കട്ടി കുറഞ്ഞാൽ അതിങ്ങനെ ഇതായിട്ടിരിക്കും, ചളന്നിരിക്കും. മൊരിയില്ല, കനം കുറഞ്ഞ നല്ലോണം ഇങ്ങനെ പപ്പടം മൊരിഞ്ഞു വന്ന പോലെ ഇങ്ങനെ വരും. ചളയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തണുത്തിരിക്കും. എണ്ണയിലിട്ടാലും അത് പപ്പടം പോലെ ആയി വരില്ല. കുക്കിംഗ് ക്ലാസ് അടുത്തടുത്ത്. അപ്പൊ ഇനി ഇത് പെട്ടെന്ന് അരിഞ്ഞിട്ട് കാണാം. ഓക്കെ, അതൊക്കെ അരിഞ്ഞാൽ ഇത് ഇരക്കൊന്നും പിടിക്കണ്ട. ഞാനപ്പോൾ അത് വെച്ച് നൈസായിട്ട് സാധനം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നത് അമ്മ കത്തി വെച്ച് അരിയാന്ന് പറഞ്ഞു. അമ്മ കത്തി വെച്ച് അരിഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ ഫുൾ ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ ഇതാദ്യം കഴുകുന്നതെന്ന് വേണ്ടല്ലേ, ഇപ്പോൾ കഴുകിയിട്ട് അരിഞ്ഞത്. ഓക്കെ, ആ വീഡിയോയിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കളയാനായിട്ട് നമ്മൾ ഒരു വെള്ള തുണി അല്ലെങ്കിൽ വെള്ള പേപ്പറാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേയുള്ള പേപ്പറിൽ ഇടാതിരിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ വെള്ള തുണിയിൽ വെള്ളം കളയാനായിട്ട് നിരത്തുക. എന്നിട്ടൊന്ന് വെള്ളം ഇതുപോലെ ഒന്ന് ഒപ്പിയെടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫുൾ ഇതിൽ നിരത്താം. ഒപ്പിക്കോ. ഒക്കെ എടുത്തിട്ട് പയ്യെ ഒക്കെ അങ്ങനെ വെച്ച് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി.
മതി, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അതിനെ കൊല്ലല്ലേ. ഇനി വെള്ളം പോണ്ടേ? വെള്ളം ഇങ്ങനെ അടിച്ചാണോ പറഞ്ഞു വിടണ വെള്ളം? മതിയാ? ഓക്കെ, ഫസ്റ്റ് ബാച്ചാണ് ഇത് നമ്മളെ. ഓക്കെ ഓക്കെ ഓക്കെ, തുറക്കൂ തുറക്കൂ. വെള്ളം പോയാ? ആ ഓക്കെ, ഓൾമോസ്റ്റ് വെള്ളം പോയിട്ടുണ്ട് ഇല്ലേ? ഇത്രയും പോയാൽ പോരെ? അത്രയല്ലേ പോകുള്ളൂ. ആ പൊക്കത്തെടുത്ത് നോക്കി, പൊക്കത്തെടുത്തേ പറഞ്ഞു. ആ പൊക്കത്തെടുക്ക്. ഇതിൽ ആവൂല, ഇതിൽ വെള്ളമുണ്ട്. വേണ്ട, അതൊന്ന് കാണിച്ചു കൊടുക്ക്. വെള്ളമുള്ളത് വെള്ളം ശരിക്കും കാണാം. അതുകൊണ്ട് അതും നമ്മൾ വെള്ളം കളഞ്ഞെടുത്തതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കും. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഉപ്പെടുക്കുക. ഉപ്പെടുത്തിട്ടിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് എണ്ണയിലേക്ക് ഒഴിക്കുക ഗൈസ്. ഇത് ഇട്ടിട്ട് വേണോട്ട് ഒഴിക്കാൻ, പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ പറഞ്ഞേക്കാം. എണ്ണ നൈസായിട്ട് ചൂടായിട്ടുണ്ട്. ഒരെണ്ണം ഇട്ട് നോക്കിയാൽ നല്ലോണം കളിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനും നീന്തിക്കണം. കൊള്ളാം. ഇത് നൈസായിട്ട് അരിഞ്ഞേക്കൊണ്ട് പെട്ടെന്ന് കരിയൂട്ടോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇത് നൈസായിട്ട് അരിഞ്ഞേക്കൊണ്ട് പെട്ടെന്ന് കരിയും. അത് കാരണം സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കുക. ഇപ്പോൾ ഒരാൾ ടൂളെടുക്കാൻ ഓടിയുള്ളൂ, എടുത്തിട്ട് വന്നു മറിച്ചിടുക. കരിഞ്ഞ് ആദ്യത്തെ പാളി ഓക്കെ. ഉപ്പുവെള്ളം ഒഴിക്കാൻ ഒരു പൊടിപ്പിടിച്ച് നല്ല ബ്രൗണിഷ് കളറിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അടുത്ത ബാച്ചാണ്. അടുത്ത ബാച്ച് ആദ്യത്തെ കോരി മാറ്റി അടുത്തത് ഇടുന്നു. ഓക്കെ ഓക്കെ. ഇതേ ഒരുപാട് ഇതാകണ്ട, കുറച്ച് ഒരു ചെറിയ ബ്രൗണിഷ് കളറിൽ വരുമ്പോൾ തന്നെ എടുത്തോ കേട്ടോ. കുടുകിട ഇട്ടോ 2-3 അങ്ങോട്ട് ഇട്ടൊന്ന് പെട്ടെന്ന് എടുക്കണ്ടേത് ഓടി കയ്യിലോട്ട് വന്ന് കയറില്ലേത്. തമാശ അവിടെ ചിരിച്ച് നോക്കിട്ട് ഇന്ന് ചിരിക്കാത്ത ഇന്ന് തമാശ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസാ. ഇങ്ങനെ ഇടവതിനനുസരിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്കിടക്ക്. ആദ്യത്തെ കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ ആയി പോയെങ്കിലും പിന്നെ ഉണ്ടാക്കിയതെല്ലാം ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതുപോലെ മറിച്ചിട്ടാൽ മതി, സംഭവം റെഡി. വേണ്ടോ വലിയ കട്ടിയാ? ഇത്ര കുറച്ച് സാധനമല്ലേ ഉള്ളൂ, കുഞ്ഞ് ചട്ടി ഉണ്ടാക്കിയാൽ. അയ്യോ അതെല്ലാം കൂടി ഒരുമിച്ചാക്കല്ലേ. കലക്കി അത് ബ്രൗൺ കളറിലെ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടോ. കുറച്ച് മതി. അത് എന്നിട്ട് മറ്റേ ഇതെടുക്കും, മറ്റേ അരി ഇങ്ങനെ ഇട്ട് ആട്ടണ പോലെ. അടുത്തത് ഇവിടെ ലോഡിങ് ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും മുളക് പൊടി എത്തിക്കുക. ചെയ്തു അതില്ലേ പോലെ. ഓക്കെ, അപ്പം നമ്മൾ സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ചിപ്സ് വേണ്ട, ഉപ്പും മുളകും എല്ലാം നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. കഴിയാതാ കണ്ട ക്രിസ്പി എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ തിന്നാം. ചോറിൻ്റെ കൂടെ ഒന്നും തിന്നണ്ട, ചായയുടെ കൂടെ കൂട്ടിയാൽ ദൈവം സഹായിച്ച് ഇവിടെ എന്തെങ്കിലും യൂട്യൂബ് നോക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും സംഭവം ശരിയായിട്ടില്ല. ഇത് എന്തോ പാകത്തിന് ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലല്ല, നമ്മൾ
യൂട്യൂബിൽ കാണുന്ന ഓരോ റെസിപ്പി ചുമ്മാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. നല്ല രീതിക്ക് സമയം എടുക്കുന്ന ഒരു സംഭവം കൂടിയാണ് പൊട്ടറ്റോ ചിപ്സ്. അപ്പോൾ നോക്കി മീഡിയം ഫ്ലെയിമിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.